അപ്പോൾ ഈ പുസ്തകത്തിനകത്തുള്ള കണ്ടെത്തലുകളും ഈ പരിവർത്തനവും ഇസ്ലാമിക തീവ്രവാദം ഇങ്ങനെ ഈ വേര് പിടിക്കുന്നതും പിന്നീട് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ നടക്കുന്നത്, പിന്നീട് ഈ പൊന്നാനിയിലെയും മറ്റേ ഈ ഗ്രീൻ വാലി അടക്കമുള്ള അവിടുത്തെ ശ്രമങ്ങൾ, ലവ് ജിഹാദിൻ്റെ ഇത്, പിന്നീട് ഈ ഭീകര സംഘടനകളുടെ പ്രവർത്തനം. അപ്പോൾ ഈ ഇമാം അലി കേരളത്തിൽ വന്നു എന്നുള്ളൊരു സംഭവം നമ്മളന്ന് ഈ കമ്മീഷണറിൻ്റെ മുമ്പിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അന്ന് അത് വേങ്ങര പോലീസ് അത് കേസെടുത്തിരുന്നു. അത് മറ്റേ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കൂമങ്കല്ല് പുഴയുടെ അവിടുന്ന് പൈപ്പ് ബോംബ് കിട്ടിയപ്പോൾ അതിന് വേണ്ടി ഈ അൽ ഉമ്മയുടെ നേതാവായിരുന്ന ഇമാം അലി വന്ന് വേങ്ങരയിൽ താമസിച്ചിട്ടാണ് ഇവർക്ക് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം കൊടുത്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ. ഒറ്റ പോലീസുകാരന് അവിടെ പോയി അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. ഇപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്, ഇപ്പം മുഹമ്മദ് റിയാസ് ഇപ്പം മന്ത്രിയാണ്, പക്ഷേ റിയാസ് DYFI SFI ഒക്കെ നേതാവായിരിക്കും. മുഹമ്മദ് റിയാസിൻ്റെ ബാപ്പ പോലീസിലായിരുന്നു, പക്ഷെ അദ്ദേഹം വളരെ ഓണസ്റ്റായിട്ടുള്ള സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഓഫീസറായിരുന്നു അന്ന് അദ്ദേഹം. അപ്പോൾ അന്ന് സെൻകുമാർ സാർ ഇക്കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ റിയാസിൻ്റെ ബാപ്പയായതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയല്ല വരാം. അദ്ദേഹം സത്യസന്ധനായിരുന്നു, നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഈ പല കേസുകളിലും വളരെ ശക്തമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അങ്ങനെ വിരലിലെണ്ണാവുന്ന ഓഫീസേഴ്സ് മാത്രമേ അന്നും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാതെ ഉണ്ടായിരുന്നുള്ളൂ. ചേകന്നൂർ മൗലവി കേസിൽ ഈ പ്രതികളെ ഇവർ രാഖിരാമാനം വിദേശത്തേക്ക് കടത്തി. ഇന്നും ഇപ്പോൾ പോലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ചേകന്നൂർ മൗലവിയുടെ അസ്ഥികൂടമോ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സർവമത സത്യവാദം ഖുറാനിൽ എന്ന് പറയുന്ന പുസ്തകം എഴുതി 30 ദിവസത്തിനകം അദ്ദേഹത്തെ തട്ടി. ഇതാണ് കേരളത്തിലെ വർഗീയതയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ഈ ഇമാം അലിയും ഹൈദർ അലിയും കേരളത്തിലേക്ക് വരുന്നു. കോയമ്പത്തൂർ സ്ഫോടനം ഉണ്ടായതിനു ശേഷം അതിർത്തി അടച്ചിട്ട് പോലും അവിടുന്ന് പ്രതികൾ എങ്ങനെ മലപ്പുറത്തും ഫറൂഖിലും വന്ന് ഒളിച്ചു താമസിച്ചു. ഊമബാബുവിനെ കണ്ടെത്തിയില്ല. ഊമബാബു പിന്നീട് പലതവണ ജയിലിൽ പോയിട്ട് മദനിയെ കണ്ടു. മദനിയാണ് ആയുധങ്ങൾ സപ്ലൈ ചെയ്തതെന്നുള്ള തെളിവുണ്ടായിരുന്നു. പക്ഷേ കേസ് വെറുതെ വിട്ടു. അതിനകത്ത് കരുണാനിധിയുടെ ഇടപെടലിനെക്കുറിച്ച് ആരോപണം വന്നിരുന്നു കോയമ്പത്തൂരിൽ. പക്ഷേ ഈ കേസിലും മദനിക്ക് ഇടപെട്ടിട്ടുണ്ട്. ഈ കേസിലും പിന്നീട് ബാംഗ്ലൂർ കേസിലാണ് മദനി പിടിയിലാകുന്നതും ജയിലിൽ പോകുന്നതും. അപ്പോൾ ഈ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദം സ്പ്രെഡ് ചെയ്യുകയും മുസ്ലിം സമുദായത്തെ ഇത്തരത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷത്തിലേക്കും അവരെ പിരിമുറുക്കത്തിലേക്ക് നയിച്ചതിൽ മദനിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. അപ്പോൾ ഈ കേസ് വേങ്ങരയിലെ കേസ് അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു. മാത്രമല്ല ഇമാം അലി പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഈ ഇപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ബോംബ് ചെയ്ത സ്ഥലത്തിൽ പോയിട്ടാണ് പരിശീലനം കിട്ടി വന്നത്. ഇക്കാര്യം പോലീസ് കമ്മീഷണർ വിനോദ് കുമാർ പിന്നീട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. വിനോദ് കുമാർ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു. അന്വേഷണ കമ്മീഷനും അത് പറഞ്ഞിട്ടുണ്ട്. വിനോദ് കുമാറിൻ്റെ ഒരു നിഷ്പക്ഷതയും സത്യസന്ധതയും നീതിബോധവും, അത്രയും ബെസ്റ്റ് ഓഫീസറായിരുന്നു വിനോദ് കുമാർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത, പൂർണ്ണമായും പക്ഷപാതം കാണിക്കുകയും അഴിമതിക്കാരനുമായിരുന്ന ഓഫീസറായിരുന്നു അബ്ദുറഹീം എന്നുള്ള കാര്യവും കമ്മീഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജസ്റ്റിസ് തോമസ് പി ജോസഫിനെ പോലുള്ള ഒരാൾ ഈ കേസ് ഈ അന്വേഷണ കമ്മീഷൻ വന്നതുകൊണ്ടാണ് ഈ ഭീകരതയുടെ ഇത്രയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നത്. ആൻ്റണി ഇക്കാര്യത്തിൽ അന്ന് മുഖ്യമന്ത്രി ആൻ്റണിയാണ്. ആൻ്റണി ഈ CBI അന്വേഷണം വിടാൻ തയ്യാറായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ സമ്മർദ്ദം കാരണമാണ് വിടായിരുന്നത്. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ഈ മായിൻ ഹാജിയും അടക്കമുള്ള ആൾക്കാരുടെ ഇടപെടലിനെക്കുറിച്ച് കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഈ തരത്തിലുള്ളൊരു വർഗീയ കലാപത്തിന് സാധ്യതയില്ലാത്തതിൻ്റെ കാരണം ഉള്ള ഹിന്ദു സമൂഹം സംഘടിതരാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, സാമ്പത്തികമായിട്ട് നഷ്ടപ്പെടാൻ ഇന്ന് മുസ്ലിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഈ തീവ്രവാദത്തിലേക്ക് പോകുന്നവർ അല്ലെ ഭീകരവാദികൾ വിദ്യാഭ്യാസമില്ലാത്തവരാണ് എന്ന ചിന്ത നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക. ഭീകരവാദത്തിലേക്ക് പോകുന്നതിൽ ബഹുഭൂരിപക്ഷവും ഇപ്പം ഈ ഡൽഹിയിലെ സ്ഫോടനത്തിൽ പോലും ഡോക്ടർമാരെയാണ് കിട്ടിയത്.
കേരളത്തിലും ഈ ഭീകരരുമായിട്ട് ബന്ധമുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ തരത്തിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടുകളിൽ നിന്ന് വരുന്നു എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റൂ. അത് അന്വേഷണ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇക്കാര്യത്തിൽ ഒരു ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഇക്കാര്യത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ഒരാൾ കുമ്മനം രാജശേഖരൻ തന്നെയായിരുന്നു. ഈ അരയ സമാജത്തിൻ്റെ സുരേഷും അവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം, പിന്നെ സ്വാഭാവികമായും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവരെല്ലാം മാത്രമാണ് ഈ ഹിന്ദു സമൂഹത്തിന് നീതി കിട്ടാൻ വേണ്ടി രംഗത്തിറങ്ങിയത്. അതിശക്തമായ നിലപാടെടുക്കുകയും ഈ ഇവരുടെ പുനരധിവാസത്തിനും ഒക്കെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും അവരാണ്.